നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫോക്കസ് എന്താണ് എന്ന്. ഫോക്കസ് എന്താണ് എന്നറിയാതെ ലോ ഓഫ് അട്രാക്ഷൻ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് ദ പവർ ഓഫ് ഫോക്കസ്, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന് പറയുന്നു ഫോക്കസ്, ദൃഷ്ടികേന്ദ്രം. കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഫോക്കസിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഫോക്കസ് ഈസ് ദി എബിലിറ്റി ടു ഗിവ് യുവർ ഫുൾ അറ്റൻഷൻ ടു സംതിങ്. എന്തെങ്കിലും ഒന്നിലേക്ക് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുമ്പോൾ അതിന് പറയുന്നു ഫോക്കസ്. ആ ഫോക്കസ് കുറച്ചധികം സമയം നിലനിർത്തുമ്പോൾ കോൺസെൻട്രേഷനായി മാറുന്നു, ഏകാഗ്രത. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ 8 അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 6ാമതായി പറഞ്ഞത് കോൺസെൻട്രേഷനാണ്, ധാരണ എന്ന്. 2ാം പാദത്തിൽ, അതായത് സാധനപാദത്തിൽ 29ാമത്തെ സൂത്രത്തിലാണ് ഇത് പറയുന്നത്. എന്തിനാണ് ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ ചർച്ച ചെയ്യുമ്പോൾ യോഗസൂത്രം കൊണ്ടുവരുന്നത്? പലരുടെയും മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും. പറയാം. അതിനു മുമ്പ് ധാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശബന്ധശ്ചിത്തസ്യ ധാരണ എന്ന് പതഞ്ജലി മഹർഷി പറയുന്നു. 3ാം പാദമായ വിഭൂതിപാദത്തിൽ ആദ്യ സൂത്രമാണിത്. കോൺസെൻട്രേഷൻ ഇസ് ദ ഫിക്സിംഗ് ഓഫ് ദ മൈൻഡ് ഇൻ വൺ പ്ലേസ് എന്നാണ് അർത്ഥം. മനസ്സ് ഏതൊരു സ്ഥാനത്താണോ ഉറപ്പിച്ചു നിർത്തുന്നത് അതിന് പറയുന്നു ധാരണ അഥവാ കോൺസെൻട്രേഷൻ. ഈ മനസ്സുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്, അല്ലേ? ഈ മനസ്സ് നമുക്ക് 2 രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. 1, പുറത്തോട്ട് ചലിപ്പിച്ചുകൊണ്ട്, 2, ഉള്ളിലേക്ക് നോക്കാൻ പ്രയത്നിച്ചുകൊണ്ട്. മനസ്സ് പുറത്തോട്ട് ചലിപ്പിക്കുമ്പോൾ നടക്കുന്നത് ക്രിയേഷനാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. മനസ്സ് അകത്തോട്ട് ചലിപ്പിക്കുമ്പോൾ നടക്കുന്നത് ക്രിയേറ്ററെ കണ്ടുപിടിക്കലാണ്. അപ്പോൾ മനസ്സ് പുറത്തോട്ട് പോകുമ്പോൾ സൃഷ്ടിയാണ് ഫലം. മനസ്സ് അകത്തോട്ട് പോകുമ്പോൾ സ്രഷ്ടാവിനെ അറിയലാണ് ഫലം. അത് സ്പിരിച്വാലിറ്റിയാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ മനസ്സ് പുറത്തോട്ടാണ് ചലിപ്പിക്കുന്നത്. മെറ്റീരിയൽ വേൾഡിൽ, ഫിസിക്കൽ വേൾഡിൽ പലതും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മനസ്സ് പുറത്തോട്ട് ചലിപ്പിക്കുന്നത്. അതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ആ ഫോക്കസ് എങ്ങനെ ആയിരിക്കണം? ഏത് രീതിയിലാണ് ഞാൻ മനസ്സ് ഉപയോഗിക്കേണ്ടത്? പുറത്തോട്ട് ചലിക്കുമ്പോൾ തനിക്ക് വേണ്ടതായ കാര്യങ്ങൾ തനിക്ക് നേടിയെടുക്കാൻ ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണം? അതാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് ഫോക്കസ്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സ് ചലിപ്പിക്കേണ്ടത്? 3 കാര്യങ്ങൾ പറയാം. 1, യുവർ ഫോക്കസ് മസ്റ്റ് ബി ഡിസയർ ബേസ്ഡ്. ആഗ്രഹം ഉള്ള കാര്യങ്ങളിലേക്കായിരിക്കണം നിങ്ങൾ മനസ്സ് കൊണ്ടുപോകേണ്ടത്. ആഗ്രഹം ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ആകാൻ പാടില്ല എന്നർത്ഥം. 2, യുവർ ഡിസയർ മസ്റ്റ് ബെനിഫിറ്റ് ദി അതർ. മറ്റുള്ളവർക്കും ഗുണപ്രദമാകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ മനസ്സ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷേ സ്ഥായിയായ പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്കുണ്ടാവുകയില്ല. 3, യുവർ ഡിസയർ മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ പാഷൻ. വെറും ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കരുത് നിങ്ങൾ മനസ്സ് പുറത്തോട്ട് ചലിപ്പിക്കുന്നത്. പാഷൻ വേണം. നിങ്ങളുടെ ഹൃദയം മനസ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള വിഷയത്തിലേക്ക് നിങ്ങൾ മനസ്സ് കൊണ്ടുപോകുമ്പോൾ അവിടെ മനസ്സ് മാത്രമല്ല ഹൃദയവും ഉണ്ടായിരിക്കും. ശ്രീ രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ഓൺ വാട്ട് എവർ പാർട്ട് ഓഫ് ദ ബോഡി യു മേ കോൺസെൻട്രേറ്റ് ഓർ ഓൺ വാട്ട് എവർ എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ദ ഹാർട്ട് ഇസ് ദെയർ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കാണോ ശ്രദ്ധ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ പുറമേ ഏതൊരു വസ്തുവിലേക്കാണോ നിങ്ങൾ മനസ്സ് കൊണ്ടുപോകുന്നത്, അവിടെ നിങ്ങളുടെ ഹൃദയം ഉണ്ടായിരിക്കും. അപ്പോൾ ഫോക്കസിലൂടെ എന്താണ് സംഭവിക്കുന്നത്? യു ആർ ഗിവിങ് എനർജി ടു ദാറ്റ് വിച്ച് യു ആർ ഫോക്കസിങ് യുവർ അറ്റൻഷൻ ഓൺ. നിങ്ങൾ എന്തിലേക്കാണോ ശ്രദ്ധ കൊണ്ടുപോകുന്നത് അവിടേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്നത് എനർജിയാണ്. അപ്പോൾ വെൻ യു നോട്ടീസ് വാട്ട് യു ലൈക്ക്, യു ആർ ഫോക്കസിങ്. വെൻ യു നോട്ടീസ് വാട്ട് യു ഡു നോട്ട് ലൈക്ക്, യു ആർ ഫോക്കസിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഫോക്കസാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നത്, അവിടെയും നടക്കുന്നത്
ശ്രദ്ധയാണ്, ഫോക്കസാണ്. നിങ്ങൾ അസുഖം വരുമോ എന്ന പേടി കാരണം അസുഖങ്ങളെക്കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ അത് ഫോക്കസാണ് എന്ന് മനസ്സിലാക്കുക. വെൻ യു തിങ്ക് ഓഫ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ് യു ആർ ഫോക്കസിങ്. വെൻ യു തിങ്ക് ഓഫ് എ നെഗറ്റീവ് എക്സ്പീരിയൻസ് യു ആർ സ്റ്റിൽ ഫോക്കസിങ്. നിങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം ഓർത്തെടുക്കുമ്പോൾ അത് ഫോക്കസാണ്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴും അതും ഫോക്കസാണ്. വെൻ യു ഫീൽ ഗ്രേറ്റ്ഫുൾ അബൌട്ട് വാട്ട് യു ഹാവ് യു ആർ ഫോക്കസിങ്. വെൻ യു കംപ്ലെയിൻ അബൌട്ട് വാട്ട് യു ഡു നോട്ട് ഹാവ് യു ആർ ഫോക്കസിങ്. നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ, നിങ്ങൾക്ക് പലതുമുണ്ട്, അത് ആലോചിച്ച് മനസ്സിൽ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ അവിടെയാണ് ഫോക്കസ് ഉള്ളത്. ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പരാതി പറയുമ്പോഴോ അവിടെയാണ് നിങ്ങളുടെ ഫോക്കസ്. വെൻ യു പ്രേ ഫോർ സംതിങ് ദറ്റ് യു വിഷ് യു ആർ ഫോക്കസിങ്. വെൻ യു പ്രേ ദറ്റ് യു ഡു നോട്ട് വാണ്ട് സംതിങ് സ്റ്റിൽ യു ആർ ഫോക്കസിങ്. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് ഫോക്കസാണ്. നിങ്ങൾ പേടി കാരണം ഇന്നത് എനിക്ക് ഉണ്ടാകരുതേ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു, അതും ഫോക്കസാണ്. നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക, സൃഷ്ടിയായി നടക്കുക. യു ആർ ക്രിയേറ്റിംഗ് ദാറ്റ് വിച്ച് യു ആർ ഫോക്കസിങ് യുവർ അറ്റൻഷൻ ഓൺ. നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, അനുഭവവേദ്യമായി വരുന്നത്. ഇനി നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി ഉള്ളത് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഗുണകരമായിട്ടുള്ളതും ആയ കാര്യങ്ങൾ, ഗുണകരമല്ലാത്തതുമായ കാര്യങ്ങൾ എടുത്തോളൂ. ഇത് രണ്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത്? നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ നേടാൻ താല്പര്യമുള്ളത് അതിലേക്കാണ് ഫോക്കസ് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, ഗുണകരമല്ലാത്ത, നിങ്ങൾക്ക് ദുഃഖം തരുന്നതായ കാര്യങ്ങളിലേക്ക് ഒരിക്കലും മനസ്സ് കൊണ്ടുപോകാതിരിക്കുക. കാരണം നിങ്ങളുടെ മനസ്സ് എവിടേക്കാണോ പോകുന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ സൃഷ്ടാവാണ്. യു ആർ ദ ക്രിയേറ്റർ. വൺ വേ. വിത്ത് ദ പവർ ഓഫ് ഫോക്കസ് യു ക്രിയേറ്റ് വാട്ട് യു വാണ്ട് ആൻഡ് വാട്ട് യു ഡു നോട്ട് വാണ്ട്. നന്ദി, നമസ്കാരം.